ഗുഡ് ഈവനിങ് എവരി വൺ. നമ്മളിന്ന് കാണുന്നത് കെമിസ്ട്രിയിലെ ലാസ്റ്റ് ചാപ്റ്ററായ ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. നമുക്ക് പേരിൽ തന്നെ മനസ്സിലാക്കാം, ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ് സംതിങ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളാണ്. അപ്പോൾ ഇവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ജസ്റ്റ് എന്തൊക്കെ ടൈപ്പ് സബ്സ്റ്റൻസുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ പിക്ചറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം സബ്സ്റ്റൻസ് കാണാം. ഇപ്പോൾ ഫിഷിംഗ് നെറ്റ് മുതൽ PVC പൈപ്പ്സ്, വാട്ടർ ടാങ്ക്, ടയർ, അങ്ങനെയുള്ള പല സബ്സ്റ്റൻസുകൾ കാണാം. ഇവരിൽ എല്ലാവരും തന്നെ നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടുന്നവരല്ല. അപ്പോൾ നമുക്കറിയാം, ചില ഫ്ലോർ മാറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടുന്നുള്ളൂ, കോട്ടൺ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ മെറ്റീരിയൽസിനെ പറ്റി, ഇവരുടെ ക്ലാസിഫിക്കേഷനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. We live in an era of tremendous progress in the field of science and technology. നമ്മൾ സയൻസിൻ്റെയും ടെക്നോളജിയും വളരെയധികം അഡ്വാൻസ്ഡ് ആയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ എല്ലാ ഫെസിലിറ്റീസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഓൺലൈൻ ക്ലാസ്സുകൾ, നമ്മുടെ മെറ്റീരിയൽസ്, നമുക്ക് ചുറ്റുമുള്ള സബ്സ്റ്റൻസുകളെല്ലാം സയൻസിൻ്റെ തന്നെ ഡിസ്കവറിയാണ്. വി സി എ വെറൈറ്റി ഓഫ് സബ്സ്റ്റൻസസ് അറൗണ്ട് അസ് ദാറ്റ് ആർ അവൈലബിൾ ഫോർ ഇംപ്രൂവിങ് അവർ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മുടെ ചെയേഴ്സ്, വളരെ ലൈറ്റ് വെയിറ്റ് ഉള്ള ഫൈബർ ചെയേഴ്സ് ഉണ്ട്, പെന്നുണ്ട്, നമ്മുടെ മൊബൈൽ ഫോണ്, അതിൻ്റെ സബ്സ്റ്റൻസുകളൊക്കെ നമുക്കറിയാം. നമുക്ക് നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത സബ്സ്റ്റൻസുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. എ ക്ലോസ് എക്സാമിനേഷൻ വിൽ റിവീൽ ദാറ്റ് മോസ്റ്റ് ഓഫ് ദം ആർ കോൺട്രിബ്യൂഷൻസ് ഓഫ് കെമിസ്ട്രി. കെമിസ്ട്രി ഹാസ് പേവ്ഡ് എ വേ ഫോർ അമേസിംഗ് ചേഞ്ചസ് ത്രൂ ദ maximum utilization of natural resources and also by producing a variety of modern materials. അപ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് കാണാത്ത മെറ്റീരിയൽസിനെ കെമിസ്ട്രി ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടി? നമ്മുടെ യൂസിന് വേണ്ടി. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മുടെ PVC പൈപ്പ് നാച്ചുറൽ പ്രൊഡക്റ്റ് അല്ല, പക്ഷേ ആ PVC പൈപ്പ് ഉള്ളതുകൊണ്ട് നമ്മുടെ വീട്ടിലെ വാട്ടർ മാനേജ്മെൻറ്റ് വളരെ ഈസിയാണ്. നമുക്ക് ചുമരിനകത്തൂടെയും ഒക്കെ നമ്മൾ പൈപ്പുകൾ കൊണ്ടുപോകുന്നുണ്ട്. അതേപോലെ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ, വാട്ടർ ബോട്ടിൽസ് ഒക്കെ നമുക്കറിയാം, പ്ലാസ്റ്റിക്കിൻ്റെതാണെങ്കിൽ വളരെ ഈസിയാണ് നമുക്ക് യൂസ് ചെയ്യാൻ. ഓക്കെ, ഐഡൻറ്റിഫൈ ദ കോൺട്രിബ്യൂഷൻ ഓഫ് കെമിസ്ട്രി ഇൻ ഡിഫറെൻറ്റ് ഫീൽഡ്സ് ആൻഡ് പ്രിപ്പയർ എ സെമിനാർ പ്രസൻറ്റേഷൻ. ഓക്കെ, ദെൻ ഫസ്റ്റ് പോളിമേഴ്സ്. എന്താണ് പോളിമേഴ്സ് എന്ന് നോക്കാം. ആസ് യു നോ, കോട്ടൺ, സിൽക്ക്, വൂൾ, ജൂട്ട് എക്സെട്ര ആർ സബ്സ്റ്റൻസസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ക്ലോത്ത്സ് സിൻസ് ആൻഷ്യൻ്റ് ഡേയ്സ്. നമുക്കറിയാം, ക്ലോത്തിങ്ങിൻ്റെ ഫസ്റ്റ് നാച്ചുറലായിട്ട് നമുക്ക് കോട്ടൺ, സിൽക്ക്, വൂൾ, ജൂട്ടൊക്കെയാണ് നമ്മൾ ക്ലോത്തിങ്ങിന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. All of them, along with other familiar substances like fiber, rubber etc., are made of molecules belonging to a group called polymers. അപ്പോൾ ഇവരൊക്കെ എന്താണ്? ഒരു ഗ്രൂപ്പ് പോളിമേഴ്സ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ആണ്. എന്താണ് പോളിമേഴ്സ് എന്ന് നോക്കാം. പോളിമേഴ്സ് ആർ മാക്രോ മോളിക്യൂൾസ് ഫോംഡ് ബൈ കോമ്പിനേഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് സിമ്പിൾ മോളിക്യൂൾസ്. അപ്പോൾ പോളിമേഴ്സ് ഓഫ് മാക്രോ മോളിക്യൂൾസ്, മാക്രോ മീൻസ് ലാർജ്, എ ബിഗ് മോളിക്യൂൾ, ഫോംഡ് ബൈ കോമ്പിനേഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് സിമ്പിൾ മോളിക്യൂൾസ്. വളരെ ചെറിയ സിമ്പിൾ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ടാണ് മാക്രോ മോളിക്യൂൾസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെയുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പോളിമേഴ്സ് എന്ന് പറയുക. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മൾ ബിൽഡിങ്ങിൻ്റെ ബേസിക് ബ്ലോക്സ് എന്ന് പറയുന്നത് ചെറിയ ബ്രിക്സ് ആണ്. അതിനെ നമ്മൾ മോണോമറായിട്ട് കൺസിഡർ ചെയ്താൽ, നമ്മൾ ഓരോ റൂം ഉണ്ടാക്കാൻ ധാരാളം ബ്രിക്സ് വേണം. ഒരു റൂമിനെ നമുക്ക് ഒരു മാക്രോ മോളിക്യൂളായിട്ട് പറയാം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പോളിമേഴ്സിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. Monomer molecules combine to form polymers, just like a necklace being formed by the combination of various identical beads. അപ്പോൾ ഒരു മാല നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുക? ഒരേപോലെയുള്ള മുത്തുകൾ കൂടി ചേർത്തിട്ടാണ് നമ്മളൊരു മാല ഉണ്ടാക്കുക, കോർത്ത് ഉണ്ടാക്കുക. അതേപോലെ തന്നെയാണ് നമ്മുടെ പോളിമേഴ്സ് ഉണ്ടാക്കുക. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു PVC ആണെങ്കിൽ പോളിസ്റ്റൈറീൻ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ PVC പൈപ്പുകൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, മോളിക്യൂൾസ് ലൈക്ക് ഗ്ലൂക്കോസ് ആൻഡ് അമിനോ ആസിഡ്സ് ആർ മോണോമേഴ്സ്. Starch and protein are respectively the polymers formed from them. അപ്പോൾ നമ്മുടെ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന മോണോമർ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് സ്റ്റാർച്ച് എന്ന് പറയുന്ന പോളിമറിനെ കിട്ടുന്നത്. അമിനോ ആസിഡ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് പ്രോട്ടീൻ കിട്ടുന്നത്. ബേസ്ഡ് ഓൺ ദെയർ ഫിസിക്കൽ നേച്ചർ, പോളിമേഴ്സ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു ഫൈബർ, പ്ലാസ്റ്റിക് ആൻഡ് റബ്ബർ. അപ്പോൾ പോളിമേഴ്സ് 3 ടൈപ്പ് ഉണ്ട്: ഫൈബേഴ്സ്, പ്ലാസ്റ്റിക് ആൻഡ് റബ്ബർ. എന്താണ് ഫൈബർ, എന്താണ് പ്ലാസ്റ്റിക്, എന്താണ് റബ്ബർ നോക്കാം. ഫൈബേഴ്സ് ആർ polymers suitable for manufacture of strong threads. Fibers are polymers suitable for the manufacture of strong threads. അപ്പോൾ നമ്മുടെ ഫൈബേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവും നൈലോൺ ത്രെഡ്സ്. അപ്പോൾ നമ്മുടെ വലകൾ അല്ലെങ്കിൽ നെറ്റ്, ഇതൊക്കെ എന്താണ്? വളരെ സ്ട്രോങ് ആയിട്ടുള്ള സാധനങ്ങളാണ്. മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന വലകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, വളരെ സ്ട്രോങ് ആണ്. ഇതൊക്കെ ഫൈബേഴ്സ് ആണ്. ദെൻ പ്ലാസ്റ്റിക്. Plastic is the polymer which can be molded into different shapes.
അപ്പോൾ നമ്മൾ പല തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ വാട്ടർ ബോട്ടിൽസ്, ചെയർ, പ്ലേറ്റുകൾ, ബോക്സുകൾ, ഇതൊക്കെ പ്ലാസ്റ്റിക്സ് ആണ്. അത് ഇവരെ നമുക്ക് ഉരുക്കി ഡിഫറെൻറ്റ് ഷേപ്സിലേക്ക് മാറ്റാൻ പറ്റും. ദെൻ റബ്ബർ ഇസ് ആൻ എലാസ്റ്റിക് പോളിമർ. നമ്മുടെ വണ്ടികളിലെ വീല് റബ്ബറാണ് അല്ലേ, അതൊരു എലാസ്റ്റിക് ആയിട്ടുള്ള പോളിമറാണ്, കുറച്ച് സ്ട്രെച്ചബിൾ ആണ്. ഓക്കെ. ദെൻ മാൻ മെയ്ഡ് ഓർ സിന്തറ്റിക് ഫൈബേഴ്സ്. നാച്ചുറൽ ഫൈബേഴ്സ് ലൈക്ക് കോട്ടൺ, സിൽക്ക് ആർ നോട്ട് സഫീഷ്യൻറ്റ് ടു മീറ്റ് ഓൾ അവർ നീഡ്സ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കുള്ള കോട്ടണും സിൽക്കും ഒന്നും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾക്ക് എന്താണ് ആർട്ടിഫിഷ്യൽ പോളിമേഴ്സിനെ അല്ലെങ്കിൽ സിന്തറ്റിക് ഫൈബേഴ്സിനെ യൂസ് ചെയ്യേണ്ടി വരുന്നത്. ദേ ഹാവ് എ നമ്പർ ഓഫ് മെറിറ്റ്സ് ബട്ട് ദേ ഡു നോട്ട് പൊസസ് സ്പെസിഫിക് ഡിസൈറബിൾ പ്രോപ്പർട്ടീസ്. അപ്പോൾ നമുക്കറിയാം നാച്ചുറൽ ആയിട്ടുള്ള ഈ പോളിമേഴ്സ് ഉണ്ടെങ്കിൽ പോലും പക്ഷെ എന്താണ് അവർക്ക് നല്ല മെറിറ്റ്സ് ഉണ്ട്, എന്നാൽ പോലും നമ്മുടെ ചില ആവശ്യങ്ങളെ നിറവേറ്റാൻ ഇവർക്ക് സാധിക്കാറില്ല. ഇവാലുവേറ്റ് ദ നാച്ചുറൽ പോളിമേഴ്സ് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് ക്ലോത്ത്സ് ആൻഡ് ലിസ്റ്റ് ദെയർ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. അപ്പോൾ നമ്മുടെ ക്ലോത്ത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നാച്ചുറൽ പോളിമേഴ്സിനെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്തൊക്കെയാണെന്ന് പറയും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ കോട്ടണോ സിൽക്കോ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം കോട്ടൺ അല്ലെങ്കിൽ സിൽക്ക് ഡ്രസ്സുകളൊക്കെ ധരിക്കാൻ വളരെ കംഫർട്ടബിൾ ആണ്, കംഫർട്ടബിൾ ടു വിയർ ആണ്. പക്ഷേ ഇതിൻ്റെ ഡിമെറിറ്റ് ആണ് ലെസ് അവൈലബിൾ ആണ്, അതുകൊണ്ട് വളരെ എക്സ്പെൻസീവ് ആണ്. നമുക്കറിയാം ഒരു ഒറിജിനൽ സിൽക്ക് സാരി അല്ലെങ്കിൽ കോട്ടൻ്റെ മെറ്റീരിയൽസ് ഒക്കെ ഉള്ള ക്ലോത്തിങ് ഒക്കെ വാങ്ങാൻ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. നമ്മൾ നമ്മുടെ ഷോപ്പുകളിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം അത് വളരെ എക്സ്പെൻസീവ് ആണ് ഈ ഒറിജിനൽ കോട്ടൺ, 100% കോട്ടൺ അല്ലെങ്കിൽ 100% സിൽക്ക് സാധനങ്ങൾ. പിന്നെ അതേപോലെ തന്നെ മെറിറ്റാണ്, നമുക്ക് പറയാം വളരെ കംഫർട്ടബിൾ ആണ് ഈ കോട്ടൺ ഡ്രസ്സുകളൊക്കെ ധരിച്ചാൽ. കോട്ടൺ അല്ലെങ്കിൽ സിൽക്കുകൾ എന്താണ് കംഫർട്ടബിൾ ടു വിയർ ആണ്, വളരെ കംഫർട്ടബിൾ ആണ് ഈ കോട്ടൺ. പിന്നെയോ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കോട്ടൺ യൂസ് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ആൻഡ് ത്രോ ആണ്, ഇത് നാച്ചുറലായിട്ട് ഉണ്ടാകുന്നതായതുകൊണ്ട് ഇതെല്ലാം ബയോഡീഗ്രേഡബിൾ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് വേസ്റ്റിനെ പറ്റി വലിയധികം പേടിക്കേണ്ട, കാരണം ഇതെന്താണ് ഇത് മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്നതാണ്. എന്നാൽ ഈ സബ്സ്റ്റൻസുകളുടെ ഡീമെറിറ്റ്സ് എന്താണ് ലെസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വേറെയും ഡീമെറിറ്റ്സ് ഉണ്ടാകാം അല്ലേ. എന്തൊക്കെയാണ് നമുക്കറിയാം, കോട്ടൺ ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ നമുക്ക് വേനൽക്കാലത്ത് വളരെ കംഫർട്ടബിൾ ആണ്, പക്ഷെ മഴക്കാലത്തോ ഇതൊന്ന് നനഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങാൻ ഭയങ്കര താമസമാണ് അല്ലേ. എന്താണ് ഡസ് നോട്ട് ഡ്രൈ ക്വിക്ക്ലി, വളരെ പെട്ടെന്നൊന്നും ഉണങ്ങി കിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ചുളിവുണ്ടാവും, പെട്ടെന്ന് ചുളിഞ്ഞു പോകും. നമുക്കറിയാം കോട്ടൺ ഡ്രസ്സാണെങ്കിൽ നമുക്ക് അയൺ ചെയ്യാണ്ട് ഇടാൻ പറ്റില്ല, എന്താണ് വ്രിങ്കിൾസ് ഉണ്ടാവും അല്ലേ. പിന്നെയോ ഈ കോട്ടൺ ഡ്രസ്സ് അല്ലെങ്കിൽ സിൽക്ക് ഡ്രസ്സുകളൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം, കാരണം ഇവരുടെയൊക്കെ ഉറപ്പ് വളരെ കുറവാണ്, അതുകൊണ്ട് പെട്ടെന്ന് കേടുവന്നു പോകും. അതുകൊണ്ട് നമ്മൾ പറയും ലെസ് ഡ്യൂറബിൾ ആണെന്ന് പറയും. കോട്ടൻ്റെ ഒക്കെ പ്രത്യേകതയാണ് വളരെ കാലമൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കുറഞ്ഞ കാലത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെയാണ് ഇവരുടെ ഡീമെറിറ്റ്സ്. പക്ഷെ നമുക്ക് ഒരു ഷർട്ട് വാങ്ങി കുറേ കാലത്തേക്ക് യൂസ് ചെയ്യണം അല്ലേ. അതേപോലെ തന്നെ അയൺ ചെയ്യാണ്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ നാച്ചുറൽ പോളിമേഴ്സായ കോട്ടണും സിൽക്കിനൊന്നും ഈ പ്രോപ്പർട്ടീസ് ഒന്നുമില്ല. അപ്പോൾ ഈ ഡീമെറിറ്റ്സിനെ നമുക്ക് ഓവർകം ചെയ്യണം. In order to overcome the demerits, several synthetic polymers have been prepared through chemical methods. അപ്പോൾ ഈ ഡീമെറിറ്റ്സ് നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന, ചുളുങ്ങാത്ത, കൂടുതൽ കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ ധാരാളം അവൈലബിൾ ആയിട്ടുള്ള മെത്തേഡ്സ്, സബ്സ്റ്റൻസുകൾ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. സിന്തറ്റിക് പോളിമേഴ്സ് ലൈക്ക് നൈലോൺ, ടെറിലിൻ widely used nowadays in textile industry and are man-made polymers belonging to the category of fibers. അപ്പോൾ നമ്മുടെ സിന്തറ്റിക് പോളിമേഴ്സ് ആയ നൈലോണും ടെറിലിനും ഒക്കെ എന്താണ് നമ്മളിപ്പോൾ ധാരാളം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാഗുകളായാലും നമ്മുടെ ഡ്രസ്സുകളായാലും ഇതൊക്കെ നൈലോണിൻ്റെ അല്ലെങ്കിൽ ടെറിലിൻ പോലുള്ള സബ്സ്റ്റൻസുകളുടെ പ്രസൻസ് ഉണ്ട്. വാട്ട് ആർ ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ് മെക്കാനിസ്റ്റ്? അപ്പോൾ നമ്മുടെ ഈ സിന്തറ്റിക് ഫൈബേഴ്സിൻ്റെ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഒരു ഷോപ്പിൽ ചെന്നാൽ ഈ കോട്ടൺ ഡ്രസ്സിനേക്കാളും ചീപ്പാണ് നമ്മുടെ ഈ പോളിസ്റ്റർ പോലുള്ള സാധനങ്ങളുടെ ക്ലോത്തിങ്. ചീപ്പർ ദാൻ നാച്ചുറൽ ഫൈബേഴ്സ്, ചീപ്പറാണ്. ദെൻ ഹൈ ഡ്യൂറബിലിറ്റി, കുറേ കാലം കിട്ടും. നമ്മുടെ എക്സാമ്പിൾ നമ്മുടെ യൂണിഫോമിൻ്റെ ഡ്രസ്സുകൾ കുറേ കാലത്തേക്ക് കിട്ടും, കാരണം ഒരു വർഷം മുഴുവൻ നമുക്ക് 2 സെറ്റോ അല്ലെങ്കിൽ 3 സെറ്റോ വെച്ചിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്താലും ഇത് വലിയധികം ഡാമേജ് ഒന്നും വരില്ല. അതുകൊണ്ട് ഹൈ ഡ്യൂറബിലിറ്റിയാണ്. ദെൻ വ്രിങ്കിൾ ഫ്രീ, നമ്മുടെ യൂണിഫോമിൻ്റെ ഷർട്ടുകളൊന്നും എല്ലാ ദിവസവും അയൺ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എന്താണ് അധികം ചുളുങ്ങുന്നില്ല, കാരണം ഈ ആർട്ടിഫിഷ്യൽ ഫൈബർ ആയതുകൊണ്ട് വ്രിങ്കിൾ ഫ്രീ ആണ്. അതേപോലെ തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. ക്യാൻ ഡ്രൈ ഈസിലി ഓൺ ഗെറ്റിംഗ് വെറ്റ്, നനഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സിന്തറ്റിക് പോളിമേഴ്സിൻ്റെ മെറിറ്റ്സ്. പക്ഷേ ഇവർക്ക് മെറിറ്റ്സ് മാത്രമാണുള്ളത്, ഇവർക്ക് ഡീമെറിറ്റ്സും ഉണ്ടാകാം. നോക്കാം. Along with the merits, synthetic threads have demerits too.
Pick the correct property that applies to synthetic threads in comparison to natural threads. അപ്പോൾ നമ്മുടെ സിന്തറ്റിക് ആയിട്ടുള്ള ത്രെഡുകൾ, നൂലുകളെ അല്ലെങ്കിൽ അത് വെച്ചിട്ടുണ്ടാക്കുന്ന ക്ലോത്തുകളുടെ ഡ്രോബാക്സ് എന്തായിരിക്കും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എയറേഷൻ, വായു സഞ്ചാരം. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കോട്ടൺ ഡ്രസ്സ് നമുക്ക് വേനൽക്കാലത്തേക്ക് നല്ല സുഖമാണ്. നമ്മുടെ ബോഡിയിലൂടെ ഉണ്ടാകുന്ന നമ്മൾ സ്വെറ്റിങ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് ഉണങ്ങിപ്പോകുന്നതാണ്. പക്ഷെ നമ്മുടെ പോളിസ്റ്റർ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ടാലോ അതിന് തിക്നെസ് കുറവാണെങ്കിൽ പോലും അതിനകത്തൂടെയുള്ള എയറേഷൻ വളരെ കുറവാണ്. ദെൻ എബിലിറ്റി ടു അബ്സോർബ് വാട്ടർ. അപ്പോൾ നമുക്ക് മനസ്സിലായി എയറേഷൻ കുറവാണ്. ദെൻ എബിലിറ്റി ടു അബ്സോർബ് വാട്ടർ. അപ്പോൾ നമ്മളിപ്പോൾ വെള്ളം വലിച്ചെടുക്കുന്ന തുണികൾ, ഇപ്പോൾ നമ്മൾ ഒരു ഷവർ കഴിഞ്ഞ് നമ്മൾ ബോഡി ഉണക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരിക്കലും ഒരു പോളിസ്റ്ററോ അല്ലെങ്കിൽ നൈലോൺ ക്ലോത്ത്സോ ആവില്ല. ഒരിക്കലും നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്താണ്, കോട്ടൺ ഒക്കെ ആയിരിക്കും. കാരണം അവർക്ക് വെള്ളത്തിനെ വലിച്ചെടുക്കാനുള്ള കഴിവ് കുറവാണ്. അപ്പോൾ ലോ അബ്സോർബാണ്, വെള്ളം വലിച്ചെടുക്കുന്നത് കുറവാണ്. അതുകൊണ്ട് എന്താണ്, പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. ഫോർ ഹോട്ട് വെതേഴ്സ്, അപ്പോൾ ഈ എയറേഷൻ കുറവുള്ളതും വെള്ളം വലിച്ചെടുക്കാത്തതുമായ തുണി എന്താണ്, വേനൽക്കാലത്തേക്ക് അല്ലെങ്കിൽ ചൂടുള്ള കാലാവസ്ഥയ്ക്ക് സ്യൂട്ടബിൾ അല്ല. ദെൻ ഇൻഫ്ലേമബിലിറ്റി, തീ പിടിക്കാനുള്ള സാധ്യത. നമുക്കറിയാം പോളിസ്റ്റർ അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ തീയുടെ അടുത്ത് ചെന്നാൽ തന്നെ അത്യാവശ്യം പെട്ടെന്ന് കത്തി പിടിക്കും. സോ ഹൈ ഇൻഫ്ലേമബിലിറ്റിയാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഡ്രോബാക്സ് ആണ്. അപ്പോൾ ഈ നമ്മൾക്കറിയാം പോളിസ്റ്ററിൻ്റെ മാത്രമുള്ള ചില മെറ്റീരിയൽസ് കണ്ടിട്ടുണ്ട്, ചില സാരികൾ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും പോളിസ്റ്റർ മാത്രം. നമ്മുടെ കർട്ടനൊക്കെ എന്താണ് പോളിസ്റ്റർ പോലെ തന്നെ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഈ പോളിസ്റ്ററിൻ്റെ അല്ലെങ്കിൽ ഈ നൈലോണിൻ്റെ ഒക്കെ ടെറിലിൻ്റെ ഒക്കെ ഡ്രോബാക്സ് ആണ്. ക്യാൻ വി ഓവർകം ദീസ് ലിമിറ്റേഷൻസ്? ഈ സബ്സ്റ്റൻസുകളുടെ ഈ ലിമിറ്റേഷൻസിനെ നമുക്ക് എങ്ങനെ മറികടക്കാം? നമ്മൾ അതിന് സാധാരണ ചെയ്യുന്നത് നമുക്ക് മിക്സ് ചെയ്യും. അതായത് കോട്ടൻ്റെ ഒപ്പം സിന്തറ്റിക് ഫൈബേഴ്സും കൂടെ മിക്സ് ചെയ്യും. അപ്പോൾ നമ്മൾ ഡ്രസ്സ് വാങ്ങുമ്പോൾ നമുക്കറിയാം അതിൽ എഴുതിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഇനി ഡ്രസ്സ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക എത്ര പെർസെൻറ്റേജ് കോട്ടൺ ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ റയോൺസ് ചേർത്ത് എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ മിക്സ് എത്രയാണെന്ന് റേഷ്യോയിലൊക്കെ പറയും. സിന്തറ്റിക് ഫൈബേഴ്സ് ആർ ജനറലി യൂസ്ഡ് ബൈ ബ്ലെൻഡിങ് ദം വിത്ത് നാച്ചുറൽ സബ്സ്റ്റൻസസ് ലൈക്ക് കോട്ടൺ. അപ്പോൾ നമ്മുടെ കോട്ടനോട് ചേർന്നിട്ട് നമ്മൾ സിന്തറ്റിക് ഫൈബേഴ്സ് യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലായി കോട്ടൺ കുറഞ്ഞ അളവിൽ മതിയായിരിക്കും. കാരണം കോട്ടൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്, അതേപോലെ സിന്തറ്റിക് ഫൈബേഴ്സിൻ്റെ പ്രോപ്പർട്ടി അവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഡ്രസ്സിങ് മെറ്റീരിയൽസ് ഒക്കെ ലോങ് ലാസ്റ്റിംഗ് ആണ്. കുറച്ചൊക്കെ ചുളിഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ അയൺ ചെയ്തെടുക്കാം. നമ്മുടെ യൂണിഫോമിൻ്റെ മെറ്റീരിയലൊക്കെ ഒരു മിക്സാണ്, കോട്ടൺ മിക്സാണ്. നമ്മൾ കടയിൽ ചെന്നിട്ട് നമ്മൾ ചോദിക്കും ഇത് മിക്സ് ആണോ, പ്യുവർ കോട്ടൺ ആണോ, അതേ പോളിസ്റ്റർ ആണോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ. അതേപോലെ ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പോളിമേഴ്സ് ആണ് പ്ലാസ്റ്റിക്സ്. പ്ലാസ്റ്റിക്സ് ആർ പോളിമേഴ്സ് ഹാവിങ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഫ്രം ദോസ് ഓഫ് ഫൈബേഴ്സ്. ഫൈബേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടി ഡിഫറെൻ്റ് ആണ്. കാരണം ഫൈബർ നമ്മൾ യൂസ് ചെയ്യുന്നത് നെയ്തെടുക്കാനുള്ള സാധനങ്ങളാണ്, നൂല് പോലെയാണ് ഇരിക്കുക. പക്ഷേ പ്ലാസ്റ്റിക് എന്താണെന്ന് നോക്കാം. ദീസ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ചേഞ്ച് ടു വെരി ഫേസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. നമ്മുടെ ഡെവലപ്മെൻറ്റ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റി മറിച്ച് പ്ലാസ്റ്റിക്കാണ്. എങ്ങനെയാണെന്ന് നോക്കാം. പ്ലാസ്റ്റിക്സ് ആർ സിന്തറ്റിക് പോളിമേഴ്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിക്സ് ആർ യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് എ നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ഫ്രം ഹൗസ് ഹോൾഡ് യൂട്ടൻസിൽസ് ടു ആർട്ടിഫിഷ്യൽ ഹേർട്ട് വാൾസ്. അപ്പോൾ നമുക്കറിയാം പ്ലാസ്റ്റിക് സാധനങ്ങൾ നമ്മുടെ വാട്ടർ ബോട്ടിൽസ് ആയിക്കോട്ടെ, നമ്മുടെ വാച്ചിൻ്റെ സ്ട്രാപ്പ് ആയിക്കോട്ടെ, ബോക്സ് ആയിക്കോട്ടെ, നമ്മുടെ മൊബൈലിൻ്റെ കേസസ്, മൊബൈലിനകത്തെ സാധനങ്ങൾ, ഹെഡ്സെറ്റുകൾ, നമ്മുടെ പെന്ന്, ഇതെല്ലാം പ്ലാസ്റ്റിക്സ് ആണ്. നമ്മളിരിക്കുന്ന കസേരകൾ, നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ്, പല ഡിവൈസുകളും എല്ലാം പ്ലാസ്റ്റിക്സ് ആണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ യൂസ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ലൈഫ് വളരെ ഈസി ആയത്. ഇപ്പോൾ കടയിൽ പോയി സാധനം വാങ്ങിയിട്ട് വരാൻ നമുക്കറിയാം ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അതിനകത്ത് കുറേ സാധനങ്ങൾ കൊള്ളും. അതിന് നല്ല ഉറപ്പാണ്, പക്ഷെ കട്ടി വളരെ കുറവാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാസ്റ്റിക്കിൻ്റെ അഡ്വാൻറ്റേജസ്. പല മേഖലയിലും നമ്മൾ പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഹേർട്ടിൻ്റെ വാൽവ്സ് ഉണ്ടാക്കാൻ മുതൽ നമുക്കറിയാം വളരെ നിസ്സാരമായ 1 രൂപയുടെ അല്ലെങ്കിൽ 50 പൈസയുടെ പേൻ ഉണ്ടാക്കാൻ വരെ നമ്മൾ പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നുണ്ട്. നോ അതർ സബ്സ്റ്റൻസസ് ഹാവ് സോ ഡൈവേഴ്സ് എ യൂസ് ആസ് ദാറ്റ് ഓഫ് പ്ലാസ്റ്റിക്സ്. പ്ലാസ്റ്റിക്കിനെ പോലെ എല്ലാ മേഖലയിലും, അതായത് വ്യത്യസ്തമായ മേഖലകളിൽ ഉപയോഗിക്കുന്ന വേറൊരു വസ്തു ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പ്ലാസ്റ്റിക്സ് വിത്ത് ഡൈവേഴ്സ് പ്രോപ്പർട്ടീസ് ഹാവ് ബീൻ പ്രിപ്പയർഡ് നൗഡേയ്സ് മേക്കിംഗ് ദം മോർ യൂസ്ഫുൾ. അപ്പോൾ എന്താണ്, പല പ്രോപ്പർട്ടീസ്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പ്രോപ്പർട്ടീസ് ഡിഫറെൻ്റ് ആയ പ്ലാസ്റ്റിക്സ് കിട്ടും. ഇപ്പോൾ വാഹനങ്ങളുടെ ഭാഗങ്ങളിലെ പ്ലാസ്റ്റിക്സ് ഡിഫറെൻ്റ് ആണ്, വണ്ടിയുടെ ബബ്ബർ ആയിക്കോട്ടെ, ഇത് കാര്യങ്ങളൊക്കെ ഫൈബേഴ്സ് നമുക്കറിയാം. എന്നാൽ ആ മെറ്റീരിയൽ അല്ല നമ്മൾ ഇരിക്കുന്ന ചെയറിനുള്ളത്. വെയിൽ കൊണ്ടാൽ കളർ ഫെയ്ഡ് ആകാത്ത മെറ്റീരിയൽ മുതൽ നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക്സ് ഉണ്ട്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാസ്റ്റിക്സ് നോൺ ടു യു? പ്ലാസ്റ്റിക്സിൻ്റെ എന്തൊക്കെ പ്രോപ്പർട്ടീസ് നമുക്കറിയാം നമ്മുടെ കയ്യിൽ, നമ്മുടെ മുമ്പിലിരിക്കുന്ന സാധനങ്ങളിലൊക്കെ പ്ലാസ്റ്റിക് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് സാധനങ്ങൾക്ക് പൊതുവെ വിലക്കുറവാണ്. പ്ലാസ്റ്റിക്സ് ആർ നോർമലി ചീപ്പ്. അപ്പോൾ നമ്മുടെ വാട്ടർ ടാങ്ക് സിമെൻറ്റ് വെച്ച് കെട്ടി ഉണ്ടാക്കുന്നതാണോ, ഒരു പ്ലാസ്റ്റിക് ടാങ്ക് വാങ്ങുന്നതാണോ എളുപ്പം? അറിയാം പ്ലാസ്റ്റിക് ആണ്. പിന്നെ അതേപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതൊന്നും പെട്ടെന്ന് കേടുവന്ന് പോകില്ല, അല്ലെങ്കിൽ കുറേ കാലം നിൽക്കും.
അതുകൊണ്ട് തന്നെ മണ്ണിലിട്ടാലും ഇത് അലിഞ്ഞു ചേരാണ്ട് നിൽക്കും, ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇപ്പോൾ നമുക്കറിയാം പ്ലാസ്റ്റിക് ഡിഫറെൻറ്റ് ഷേപ്പിലും ഡിഫറെൻറ്റ് സൈസസിലേക്ക് നമുക്ക് മാറ്റാം. അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് ഷേപ്സ്, സൈസസ് ആൻഡ് കളേഴ്സ്. നമുക്കറിയാം പല കളറിൽ, പല സൈസിൽ, പല ഷേപ്പിൽ നമുക്ക് ഓരോ പ്ലാസ്റ്റിക്സിനെ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മുടെ വാട്ടർ ടാങ്കിൻ്റെ സൈസ്, നമ്മുടെ പെന്നിൻ്റെ ഷേപ്പ്, നമ്മുടെ ഹെഡ്സെറ്റിൻ്റെ കമ്പോണൻസ്, നമ്മുടെ ബോക്സിൻ്റെ കമ്പോണൻസ്, ചെയർ, സ്പീക്കറിൻ്റെ ഭാഗങ്ങൾ, മൗസിൻ്റെ ഭാഗങ്ങൾ, ഇതൊക്കെ നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക്സ് ആണ്. പല ഷേപ്പിൽ, പല സൈസിൽ ഒക്കെ നമുക്ക് കാണാം. നമ്മുടെ ടി വിയുടെ ചിലപ്പോൾ ഒരു കമ്പനിയുടെ ടി വിയുടെ ഡിസൈൻ ആയിരിക്കില്ല വേറൊരു കമ്പനിക്ക് ഉണ്ടാകുക. അപ്പോൾ ഇത് നമുക്ക് പല ഷേപ്പിലേക്ക് മോൾഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പ്ലാസ്റ്റിക്സിൻ്റെ പ്രോപ്പർട്ടീസാണ്. പിന്നെ പ്ലാസ്റ്റിക് നമുക്കറിയാം കറണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യില്ല. സം സിറ്റുവേഷൻസ് ഇൻ വിച്ച് പ്ലാസ്റ്റിക്സ് ആർ യൂസ്ഡ് have been given in the table. Find out and write which property of plastic is used in each situation. Explain the table by including more situations. അപ്പോൾ നമ്മളോട് പ്ലാസ്റ്റിക്സ് യൂസ് ചെയ്യുന്ന കുറച്ച് സിറ്റുവേഷൻസ് പറഞ്ഞിട്ടുണ്ട്. പ്ലാസ്റ്റിക്സിൻ്റെ എന്ത് പ്രോപ്പർട്ടിയാണ് അവിടെ യൂസ് ചെയ്യുന്നത് നോക്കാം. ടു ഇൻസുലേറ്റ് ഇലക്ട്രിക് കണ്ടക്ടേഴ്സ്. ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിക് കണ്ടക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ വയേഴ്സ്, കോപ്പർ വയേഴ്സിൻ്റെ മേലെ ഇൻസുലേറ്റ് ചെയ്ത് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ഇൻസുലേഷൻ ടേപ്പോ സെല്ലോ ടേപ്പോ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരു വയർ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ നമ്മൾ ഇൻസുലേഷൻ ചെയ്യാറുണ്ട്. നോർമൽ വയറാണെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ മേലെ ഒരു കോട്ടിംഗ് ഉള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം പ്ലാസ്റ്റിക്സ് എന്താണ്? പ്ലാസ്റ്റിക്സ് ആർ എ പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി, അല്ലെങ്കിൽ നോട്ട് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. എന്നാൽ മെറ്റൽസ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും, പ്ലാസ്റ്റിക് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. ടു മേക്ക് ഹാൻഡിൽസ് ഓഫ് കിച്ചൺ യൂട്ടൻസിൽസ്. നമുക്കറിയാം അടുക്കള പാത്രങ്ങളുടെ അല്ലെങ്കിൽ കത്തികളുടെ ഒക്കെ ഹാൻഡിൽസ് എന്തായിരിക്കും? പ്ലാസ്റ്റിക്സ് ആയിരിക്കും. ബിക്കോസ് പ്ലാസ്റ്റിക്സ് എന്താണ്? പാത്രങ്ങളുടെ പിടി ഉണ്ടാക്കാൻ പ്ലാസ്റ്റിക്സ് യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? പ്ലാസ്റ്റിക് ഡസ് നോട്ട് കണ്ടക്ട് ഹീറ്റ്. ചൂട് കടത്തിവിടാത്ത ഒരു സാധനമാണ് എന്ത്? പ്ലാസ്റ്റിക് എന്ന് പറയും. പ്ലാസ്റ്റിക് ചൂട് കടത്തിവിടില്ല. അതുകൊണ്ടാണ് നമ്മൾ പാത്രങ്ങളുടെ പിടിയൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ പ്ലാസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ടു സ്റ്റോർ കെമിക്കൽ സബ്സ്റ്റൻസസ്. ഇപ്പോൾ നമ്മുടെ കെമിക്കൽ സബ്സ്റ്റൻസുകൾ സ്റ്റോർ ചെയ്യാൻ നമ്മൾ പ്ലാസ്റ്റിക്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും കാണുന്നതാണ് ഒരു നീല ഇത് കണ്ടിട്ടുണ്ടാവും, വലിയ നീല ബാരൽസ്. അതായത് പുതിയ പുതിയ ബാരലുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വാങ്ങുമ്പോൾ പറയാം അതിൻ്റെ പുറത്ത് ഏതെങ്കിലും കെമിക്കൽ കൊണ്ടുവന്നതിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടാവും. കെമിക്കൽസ് വരുന്നത് നമ്മുടെ പെയിൻ്റ് ഒക്കെ സൂക്ഷിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ പ്ലാസ്റ്റിക്കിനകത്താണ് സൂക്ഷിക്കുക. കാരണം പ്ലാസ്റ്റിക് സബ്സ്റ്റൻസുകൾ കെമിക്കൽ റിയാക്ഷന് അണ്ടർഗോ ചെയ്യില്ല. ഡസ് നോട്ട് റിയാക്ട് വിത്ത് കെമിക്കൽസ്. ഡസ് നോട്ട് റിയാക്ട് വിത്ത് കെമിക്കൽസ് ഓർ നോൺ റിയാക്റ്റീവ് ആണ്. ടു മേക്ക് വാട്ടർ ടാങ്ക്. നമ്മുടെ വാട്ടർ ടാങ്കുകൾ ഉണ്ടാക്കാൻ പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നതിന് കാരണം വാട്ടറുമായിട്ട് റിയാക്ഷൻ ഒന്നുമില്ല. ടു മേക്ക് ഹൗസ് ഹോൾഡ് യൂട്ടൻസിൽസ്. നമ്മുടെ വീട്ടിലുള്ള യൂട്ടൻസിൽസ്, നമ്മുടെ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമ്മളത് യൂസ് ചെയ്യുന്നു. ബിക്കോസ് പ്ലാസ്റ്റിക് ഡസ് നോട്ട് റിയാക്ട് വിത്ത് ഫുഡ് ഐറ്റംസ്. നമ്മുടെ നമ്മൾ ആ പാത്രത്തിലിട്ട് വെച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുമായിട്ട് എന്താണ്? പ്ലാസ്റ്റിക് റിയാക്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടുപകരണങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ പ്ലാസ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ യൂസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് പല മേഖലയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പെന്ന് വരെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു യൂസാണ്. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫോമിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി പ്ലാസ്റ്റിക്സിനെ നോക്കുകയാണെങ്കിൽ പൊതുവെ പ്ലാസ്റ്റിക്കിനെ നമുക്ക് രണ്ട് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. തെർമോ പ്ലാസ്റ്റിക്സ് ആൻഡ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. തെർമോ പ്ലാസ്റ്റിക്സ് ആൻഡ് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്. എങ്ങനെയാണ് ഈ പേരുകൾ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ടൈപ്പ് പ്ലാസ്റ്റിക്സിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് നമുക്ക് നോക്കാം. ആർ പ്ലാസ്റ്റിക്സ് വിത്ത് ദ സെയിം പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ ഓൾ പർപ്പസ്. എല്ലാ പർപ്പസിനും ഒരേ പ്രോപ്പർട്ടിയുള്ള പ്ലാസ്റ്റിക്സ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്ക് നോക്കാം. ഹാവ് യു സീൻ പ്ലംബേഴ്സ് യൂസിങ് PVC പൈപ്സ് ബൈ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ്? വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദീസ് പ്ലാസ്റ്റിക്സ്? അപ്പോൾ നമ്മുടെ വീട്ടിൽ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് PVC പൈപ്പുകൾ ചിലപ്പോൾ ചില വളവുകളൊക്കെ തിരിയാൻ എന്താണ് ചില ജോയിൻറ്റുകൾ കൊടുത്താൽ റെഡി ആവില്ല. അതിന് പകരം എന്താണ്? പൈപ്പുകൾ തന്നെ വളച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ വളരെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിന് ശേഷം വളച്ചിട്ട് നമ്മൾ തണുപ്പിച്ചിട്ടാണ് കൊടുക്കുക അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി അത് ചൂടാക്കി കഴിഞ്ഞു, നമുക്ക് വേറെ ഷേപ്പിലേക്ക് കൊണ്ടുവന്നു തണുപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും സെറ്റായി. എന്നാൽ ഈ PVC നോക്കാം. ക്യാൻ വി യൂസ് PVC ഫോർ മേക്കിംഗ് ഹാൻഡിൽസ് ഓഫ് പ്രഷർ കുക്കർ ആൻഡ് അയൺ ബോക്സ്? ഇതേ PVC ഉപയോഗിച്ച് നമ്മൾ പ്രഷർ കുക്കറിൻ്റെ പിടിയും അയൺ ബോക്സിൻ്റെ പിടിയും ഉണ്ടാക്കാൻ പറ്റുമോ? നമുക്ക് പറ്റില്ലായിരിക്കും. കാരണം ഇത് ചൂടാകുമ്പോഴത്തേക്കും ഉരുകിയിട്ട് മെൽറ്റ് ചെയ്തിട്ട് എന്താണ് വേറെ ഷേപ്പിലേക്ക് വരും. അപ്പോൾ നമുക്ക് പ്രഷർ കുക്കറിൻ്റെ പിടി അങ്ങനെ ആയാൽ പറ്റുമോ? ചൂടാകുന്ന സമയത്ത് ഉരുകി പോയാലും പ്രശ്നമാണ്. അയൺ ബോക്സിൻ്റെ പിടി അങ്ങനെ പറ്റില്ല.
ഒബ്സർവ് ദ ചേഞ്ചസ് ബൈ ഹീറ്റിംഗ് എ പീസ് ഓഫ് PVC ആൻഡ് ഓൾഡ് സ്വിച്ചസ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും PVCനെ ചൂടാക്കിയാൽ ഉരുകും. എന്നാൽ പ്രഷർ കുക്കറിൻ്റെ പിടി എന്താണ്? ആ പ്രഷർ കുക്കർ ഹീറ്റായി എന്ന് കരുതി ആ പിടി ഉരുകുകയില്ല. അപ്പോൾ രണ്ടും പ്ലാസ്റ്റിക്സ് ആണ്. അപ്പോൾ രണ്ട് ടൈപ്പ് പ്ലാസ്റ്റിക്സ് ആയി. പ്ലാസ്റ്റിക് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 types ബേസ്ഡ് ഓൺ ദ ചേഞ്ചസ് ദാറ്റ് ഒക്കർ വൈൽ ഹീറ്റിംഗ്. അപ്പോൾ ചൂടാക്കുമ്പോഴുള്ള മാറ്റത്തിനനുസരിച്ച് പ്ലാസ്റ്റിക്സിനെ 2 ടൈപ്പായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണെന്ന് നോക്കാം. ദ പ്ലാസ്റ്റിക് ദാറ്റ് ഗെറ്റ്സ് സോഫ്റ്റൻ ഓൺ ഹീറ്റിംഗ് ആൻഡ് ഹാർഡൻഡ് ഓൺ കൂളിംഗ് ഈസ് തെർമോപ്ലാസ്റ്റിക്. അപ്പോൾ എന്താണ്? ചൂടാക്കുമ്പോൾ അത് സോഫ്റ്റ് ആവും, തണുപ്പിക്കുമ്പോൾ വീണ്ടും അതിൻ്റെ ഉറപ്പ് ഹാർഡ്നെസ് തിരിച്ചു കിട്ടുകയും ചെയ്യും. അങ്ങനത്തെ പ്ലാസ്റ്റിക്കാണ് തെർമോപ്ലാസ്റ്റിക്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ പ്രത്യേകത നമുക്ക് എത്ര തവണ വേണമെങ്കിലും ചൂടാക്കി ഉരുക്കി അതേപോലെ തന്നെ പഴയ പോലെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ PVC പൈപ്പ് ചൂടാക്കി നമുക്കറിയാം മെൽറ്റ് അതിൻ്റെ ഷേപ്പ് മാറ്റി നമുക്ക് അത് ശരിയായിട്ടില്ല, നാം വീണ്ടും ചൂടാക്കിയിട്ട് നമുക്ക് ഷേപ്പ് കറക്റ്റാക്കി കൊണ്ടുവരാൻ പറ്റും. എന്നാൽ വേറെ ചില പ്ലാസ്റ്റിക്കുകൾ നോക്കിയോ. ദ പ്ലാസ്റ്റിക് വിച്ച് റിമെയിൻസ് സോഫ്റ്റ് വെൻ ഹീറ്റഡ് ഡ്യൂറിങ് ഇറ്റ്സ് മാനുഫാക്ചർ ആൻഡ് ഗെറ്റ്സ് ഹാർഡൻ പെർമനൻ്റ്ലി ഓൺ കൂളിംഗ് ഈസ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. അപ്പോൾ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്താണ്? അത് ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ പ്രഷർ കുക്കറിൻ്റെ പിടി ആയിക്കോട്ടെ, അത് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് എന്താണ്? അത് ചൂടാക്കി ഉരുക്കി അതിൻ്റെ ഷേപ്പിലേക്ക് കൊണ്ടുവന്നാണ്. പിന്നെ ഒരിക്കൽ അത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ എത്ര ചൂടാക്കിയാലും അതിൻ്റെ ഷേപ്പിൽ നിന്ന് മാറില്ല. അങ്ങനത്തെ പ്ലാസ്റ്റിക്സ് ആണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. വാട്ട് ക്യാൻ ബി ദ റീസൺ ഫോർ ദിസ് ബിഹേവിയർ ഓഫ് പ്ലാസ്റ്റിക്സ്? അപ്പോൾ എന്തുകൊണ്ടായിരിക്കും പ്ലാസ്റ്റിക്സ് ഇങ്ങനെ ഒരു സ്വഭാവം കാണിക്കുന്നത്? ഒരു ടൈപ്പ് പ്ലാസ്റ്റിക് എത്ര വേണമെങ്കിലും നമുക്ക് ചൂടാക്കി തണുപ്പിച്ച് ഷേപ്പ് മാറ്റിയെടുക്കാം. എന്നാൽ ഒരു ടൈപ്പ് പ്ലാസ്റ്റിക് എന്താണ്? ഒറ്റ തവണ ചൂടാക്കിയാൽ അവിടെ തീർന്നു, അത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷേപ്പ് മാറ്റാൻ പറ്റില്ല. എന്തുകൊണ്ടായിരിക്കും? നമുക്ക് നോക്കാം. തെർമോപ്ലാസ്റ്റിക്സ് അണ്ടർഗോ ഫിസിക്കൽ ചേഞ്ച് ഓൺ ഹീറ്റിംഗ്. ഫിസിക്കൽ ചേഞ്ച് എന്താണെന്ന് നമുക്കറിയാം. മോളിക്യൂൾസിൻ്റെ റീഅറേഞ്ച്മെൻറ്റ് മാത്രമേ നടക്കുന്നുള്ളൂ. ന്യൂ മോളിക്യൂൾസ് ഉണ്ടാക്കാത്തത് കൊണ്ട് അതാണ് ഒരു ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ തെർമോപ്ലാസ്റ്റിക്സ് ഒരു ഫിസിക്കൽ ചേഞ്ച് മാത്രമേ നടക്കുള്ളൂ. ഇപ്പോൾ PVC പൈപ്പ് ഒന്ന് ചൂടാക്കി ഒന്ന് തണുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം PVC പൈപ്പ് PVC തന്നെയായിട്ട് അവിടെ നിൽക്കും, വേറെ ഒരു പുതിയ സബ്സ്റ്റൻസ് ആകുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് അവിടെ. പക്ഷേ എന്താണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്താണ്? ഒരിക്കൽ ചൂടായാൽ അതിനകത്ത് കെമിക്കൽ ചേഞ്ച് നടക്കുന്നുണ്ടാകും. അതായിരിക്കും നമുക്ക് വീണ്ടും ചൂടാക്കിയാൽ അത് ഷേപ്പ് മാറാത്തത്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് ഓൺ ഹീറ്റിംഗ് അണ്ടർഗോ കെമിക്കൽ ചേഞ്ച് എലോങ് വിത്ത് ഫിസിക്കൽ ചേഞ്ച്. അപ്പോൾ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിൽ എന്താണ്? ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പിന്നീട് അതിനെ ഹീറ്റ് ചെയ്താൽ നമുക്കത് മെൽറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളും നോക്കാം. പോളിത്തീൻ. അപ്പോൾ നമ്മുടെ നമ്മൾക്ക് പോളിത്തീൻ ബാഗ്സ് ഉണ്ടാവും, നമ്മുടെ കവറൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉള്ളത്, പാക്കറ്റുകൾ, ടൂത്ത് പേസ്റ്റിൻ്റെ ട്യൂബൊക്കെ നമുക്ക് പോളിത്തീൻ വേണമെങ്കിൽ പറയാം. ഫോർ ദ മാനുഫാക്ചർ ഓഫ് ഡിഫറെൻറ്റ് പാക്കറ്റ്സ്, ട്യൂബ്സ്, കണ്ടെയ്നേഴ്സ് എക്സെട്ര. പോളിത്തീൻ ബാഗുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ദെൻ വേറൊരു ടൈപ്പ് തെർമോപ്ലാസ്റ്റിക് ആണ് PVC, പോളി വിനൈൽ ക്ലോറൈഡ്. ഫോർ ദ മാനുഫാക്ചർ ഓഫ് ഇലക്ട്രിക്കൽ വയറിംഗ്, പ്ലംബിംഗ്, ഷൂസ്, ഹാൻഡ് ബാഗ്സ്, റെയിൻകോട്ട്, ബോട്ടിൽസ്, ഫർണിച്ചർ. അപ്പോൾ നമ്മുടെ വാട്ടർ ബോട്ടിലായിക്കോട്ടെ, പൈപ്പുകളായിക്കോട്ടെ, ഇതൊക്കെ PVC ആണ്. ഇതൊക്കെ തെർമോപ്ലാസ്റ്റിക്സ് ആണ്. ഒരിക്കൽ ചൂടാക്കിയാൽ അത് വീണ്ടും മെൽറ്റ് ആവും, പിന്നെയും ചൂടാക്കിയാൽ വീണ്ടും മെൽറ്റ് ആവുന്ന ടൈപ്പ് സബ്സ്റ്റൻസുകൾ. എന്നാൽ നമ്മൾ യൂസ് ചെയ്യുന്ന തെർമോസെറ്റിക് പ്ലാസ്റ്റിക്കുകൾ ആരൊക്കെയാണ് നോക്കാം. ബേക്കലൈറ്റ്, നെയിം ഓർത്ത് വെച്ചോളൂ, ബേക്കലൈറ്റ്. ബേക്കലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതിനൊക്കെയാണ്? ഫോർ ദ മാനുഫാക്ചർ ഓഫ് പ്ലഗ്, സ്വിച്ച്, ബട്ടൺസ്, ഹാൻഡിൽസ് ഓഫ് ഇലക്ട്രിക്കൽ യൂട്ടൻസിൽസ് ആൻഡ് കിച്ചൺ വെസൽസ്. അപ്പോൾ ബേക്കലൈറ്റ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ആണ് നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ പിടിയൊക്കെ വരുന്നത്. സ്വിച്ചുകൾ നമുക്കറിയാം, നമ്മുടെ ചാർജറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അയൺ ബോക്സിൻ്റെ പ്ലഗ് ഒന്ന് ഒരു പ്രാവശ്യം കുത്തിക്കഴിഞ്ഞ് അത് ഹൈ ഇലക്ട്രിസിറ്റിയാണ് വരുന്നത്, ചിലപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചൂടാകും, അപ്പോൾ മെൽറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ ബേക്കലൈറ്റ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ വേറൊരു തെർമോസെറ്റിക് പ്ലാസ്റ്റിക് ആണ് മെലാമിൻ ഫോർമൽ ഡീഹൈഡ്രസിൻ. അപ്പോൾ ഈ സബ്സ്റ്റൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന അൺബ്രേക്കബിൾ കോക്കറിയാണ്. നമ്മുടെ ഫൈബർ പോലെയുള്ള ഒരു പാത്രങ്ങൾ ഉണ്ടാവും, ആ പാത്രങ്ങൾ ഉണ്ടാക്കാനാണ് നമ്മൾ ഈ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നത്. അത് നിലത്ത് വീണാലൊന്നും പൊട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാസ്റ്റിക്സിൻ്റെ യൂസുകൾ. 2 ടൈപ്പ് പ്ലാസ്റ്റിക്കുകൾ പറഞ്ഞു, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആൻഡ് തെർമോ പ്ലാസ്റ്റിക്. അപ്പോൾ രണ്ടിൻ്റെയും എക്സാമ്പിൾസ് നമ്മൾ കണ്ടു, എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് കണ്ടു. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.